ഞങ്ങളുടെ കുഞ്ഞു ബസലും ബ്രൂണോയും നേർക്കുനേർ. ആരാണ് ജയിക്കുക? 8 മാസം പ്രായമുള്ള ഞങ്ങളുടെ കുഞ്ഞു ബസലാണോ 5 വയസ്സ് പ്രായമുള്ള ബ്രൂണോയോ? ആകാംക്ഷയോടെ നോക്കുന്ന കണ്ണുകളും കാതുകളും. എന്താണ് സംഭവിക്കുന്നത്? ഒന്നും പറയാനില്ല. ഗ്രൗണ്ടിൽ ഞങ്ങളുണ്ട്, മറുവശത്ത് നിങ്ങളും. നിങ്ങൾ പറയൂ, ആരാണ് വിന്നർ? ഒരു ഭാഗത്ത് ബസല് വിട്ട്, മറുവശത്ത് ബ്രൂണോ. ആരാണ് വിന്നർ? എല്ലാവരെയും ഈ മാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടാറ്റാ. മാച്ച് തുടങ്ങുകയായി. ലോകത്തിലെ ഏറ്റവും നല്ല ഗ്രൗണ്ടിൽ വെച്ചാണ് മാച്ച് ആരംഭിക്കുന്നത്. അതായത് ഏതൊരു കളിക്കാരന്റെയും ഏറ്റവും നല്ല ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അവർ വീട്ടുമുറ്റം തന്നെയാണ്. അതെ, ഇവിടെയും വീട്ടുമുറ്റമാണ്. മത്സരാർത്ഥികൾ മുന്നിലെത്തി. ബ്രൂണോ കുട്ടിനോ, ഗോവയുടെ കരുത്തുറ്റ ഫുട്ബോൾ പ്ലെയറായ ബ്രൂണോ കുട്ടിനോ അല്ല, ഇവിടെ ബ്രൂണോയാണ്. ഇതോ മറഡോണയല്ല, മെസ്സിയല്ല, ഇത് ഞങ്ങളുടെ കുഞ്ഞു ബസലും ഒരുങ്ങി നിൽക്കുകയാണ് ആ ബോളിനായി. അതെ, ചുറ്റിനും നോക്കി. ആരെങ്കിലും തൻ്റെ ലെഫ്റ്റിലുണ്ടോ, റൈറ്റിലുണ്ടോ, ബാക്കിലുണ്ടോ? ആരുമില്ല. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തേ. ഞാനുണ്ട്, ഞാനടിക്കും ഗോള്. എങ്കിൽ നീ ചെയ്യൂ, തന്നെ ചെയ്തേക്കാം. നോക്കൂ, നീ മോനെ ദിനേശ. മുന്നോട്ട് നോക്കുകയാണ് ബസൽ. ഓ, എനിക്ക് പോകാനാവാത്തിടത്തിലേക്കാണ് പോകുന്നത്. എൻ്റെ വാക്കർ അതിനിടയിൽ കൂടി പോവില്ല. നീ കൊണ്ടുപോയിക്കൂടാ മോനെ, നീ അടിച്ചോ ഗോള്. ആകെ കൺഫ്യൂഷനിലായ കുഞ്ഞു ബസൽ പതിയെ മാവിനെ ചുറ്റിക്കൊണ്ട് ആ ബോളിനടുത്തേക്ക് വരികയാണ്. വരുന്ന വഴിക്ക് ബസൽ ആലോചിക്കുകയാണ് താൻ എന്ത് ചെയ്യണം. തൻ്റെ ബുദ്ധിപരമായ നീക്കങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടേ ഇങ്ങനെ നടക്കുകയാണ്. അതെ, അവനെ കണ്ടു. അവൻ്റെ കയ്യിലിരിക്കുന്നു, അല്ല അവൻ്റെ വായിലിരിക്കുന്നു ബോൾ. ഓക്കെ, ഞാൻ വീണ്ടും അവനെ എങ്ങനെയാണ് കൺഫ്യൂഷൻ ആക്കുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ഓക്കെ, കിട്ടിപ്പോയി, എനിക്ക് ബോൾ കിട്ടിപ്പോയി. അതെ, എൻ്റെ പിന്നിലായിപ്പോയി ബോള്. പാസ് കറക്റ്റായില്ല. ഓക്കെ, ബ്രൂണോ ഓടിപ്പോയി. ഓക്കെ, ഇതെന്ത് സാധനം? ഓ, പോപ്പയെ, ഇത് സെയിലർമാനില്ല. പോപ്പയെ സ്പിനാക്ക് കഴിക്കുമ്പോഴല്ലേ ശക്തി വന്നിട്ടുള്ളത്. അതെ, ഞാനും ഈ ഇന്ത്യയിലെ ജീവൌഷധമായ തുളസിയിലൊന്ന് തൊട്ടോട്ടെ, അല്ലെങ്കിൽ തുളസിയൊന്ന് കഴിച്ചോട്ടെ, എനിക്കും കിട്ടട്ടെ ജീവൻ ടോൺ. ലഞ്ച് ബ്രേക്കാണോ? അല്ല, കോഫി ബ്രേക്കാണ്. കോഫി ബ്രേക്കല്ല, എനർജി ബ്രേക്കാണ്. ഓക്കെ, എനിക്ക് എനർജി കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ ബോളിലേക്ക് ഇറങ്ങുകയാണ്. എനർജി ബ്രേക്ക് നമുക്കൊരു പാട്ട് കേൾക്കാം. നമ്മൾക്കും കിട്ടട്ടെ എനർജി. ഈ ബ്രൂണോ റഷിലാണ്. അവനാണെങ്കിൽ സ്പിനാക്കും വേണ്ട, തുളസിയും വേണ്ട. വന്നെത്തി. വീണ്ടും ബോളിനടുത്ത് രണ്ടുപേരും പരസ്പരം നോക്കി. നീ വേണോ, ഞാൻ വേണോ? അതെ, ഞാൻ തന്നെ. ബ്രൂണോ ബോളുമായി മുന്നോട്ട് സഞ്ചരിച്ചു. വേണ്ട, അത് കാത്തിരുന്നു ബസൽ എത്തുമോ എന്നറിയാൻ. എന്നാൽ ബസൽ അതൊന്നും വകവെച്ചില്ല. തന്നെ സംബന്ധിച്ചിടത്തോളം ബോൾ അല്ല വലുത്, ബ്രൂണോയാണ് വലുത്. അതിനുവേണ്ടി ബ്രൂണോയ്ക്ക് വിട്ടുകൊടുത്തു. റഫറിയുടെ മധ്യസ്ഥത്തിൽ ബ്രൂണോയ്ക്ക് ആ ബോൾ വിട്ടുകൊടുത്തു. നീ ജയിച്ചോടാ മോനെ, ഞാനില്ല, നിനക്കുള്ളതാണിത്. വളരെ വാശിയേറിയ മത്സരം പര്യവസാനിച്ചു. ബ്രൂണോയെ വിജയിയായി ബസൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, ബസലിന്റെയും ബ്രൂണോയുടെയും മാച്ച് കഴിഞ്ഞു എന്നല്ല, കുഞ്ഞു ബസൽ തൻ്റെ വിജയം തൊട്ടടുത്തെത്തിയിട്ടും അത് ബ്രൂണോയ്ക്ക് കൈമാറി. അത് വിട്ടുകൊടുക്കലിൻ്റെതാണ്. നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഇത് തന്നെയാണ്. വിട്ടുവീഴ്ച മനോഭാവം. വിട്ടുകൊടുക്കലാണ്, വിട്ടുവീഴ്ചയാണ് സ്നേഹത്തിൻ്റെ പാലവും. അതെ, അതാണ് കുഞ്ഞു ബസലും ചെയ്തത്. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു മാച്ചുമായി അല്ല, മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ
സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.